Hello dear students, good morning and welcome back to our class Business Regulations. We were discussing about free consent. As we know, free consent is must for creating a valid contract. Then what is consent? Consent simply means identity of minds. That means the parties should be agreed upon the same thing in the same sense. Then when the consent is said to be free, when it is not caused by coercion, undue influence, fraud, mistake or misrepresentation. ഓക്കെ, നമുക്കറിയാം ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി കൺസെൻറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഓക്കെ, അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന രണ്ട് പാർട്ടീസും ഒരേ കാര്യത്തിൻ്റെ പുറത്ത് ഒരേ രീതിയിലായിരിക്കണം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ കൺസെൻറ്റ് ഉണ്ടായാൽ പോരാ, കൺസെൻറ്റ് ഫ്രീ ആവണമെന്ന് പറഞ്ഞു. സമ്മതം ഉണ്ടായാൽ പോരാ, സമ്മതം ഫ്രീ ആയിരിക്കണം. ഫ്രീ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ കൊയേഷനോ അൺഡു ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, സോ അതിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് കൊയേഷൻ ആൻഡ് അൺഡു ഇൻഫ്ലുവൻസ്. ഓക്കെ, ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫ്രോഡ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൺസെൻറ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയിലൂടെയാണ് കൺസെൻറ്റ് നേടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, സോ എന്താണ് ഫ്രോഡ് എന്ന് നോക്കാം. ഫ്രോഡ് മീൻസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റോങ് ഫാക്ട് ഫോർ ഡിസീവിങ് ദി അതർ പാർട്ടി. ഇൻ അതർ വേർഡ്സ്, വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി വിത്ത് ദി ഇൻറ്റൻഷൻ ടു ഡിസീവ് ദി അതർ പാർട്ടി or to cause to him to enter into a contract, it is said to be fraud. To deceive means to induce a man to believe that a thing is true which is false. The term fraud may be defined as an intentional, deliberate or willful misstatement of fact which are material for the formation of contract. Okay, ഫ്രോഡ് അല്ലെങ്കിൽ ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഓക്കെ, ഒരാളെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അയാളോട് പറയുകയാണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള എന്തെങ്കിലും കാര്യം അയാളോട് പറയാതിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അറിഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുമെങ്കിൽ അയാളെ ചതിക്കുകയാണ്. ചതിയിലൂടെയാണ് നമ്മൾ അയാളെ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതായത് തെറ്റായിട്ടുള്ളൊരു കാര്യം ശരിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളെ നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ കൺസെൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് മാറില്ല. ഓക്കെ, എനിവേ, കമ്മിങ് ടു ദി ഡെഫിനിഷൻ ഓഫ് ഫ്രോഡ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 17, ഫ്രോഡ് മീൻസ് and include any of the following act committed by a party to a contract or with his convenience or by his agent with the intent to deceive other party thereto or his agent or to induce him to enter into a contract. ഓക്കെ, സോ താഴെ പറയുന്ന ഏതെങ്കിലും ആക്ടിവിറ്റീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ദി സജഷൻ ആസ് ടു എ ഫാക്ട് of that which is not true by one who does not believe it to be true. ഓക്കെ, സോ ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ശരിയാണെന്ന് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതായത് നമുക്കറിയാം അത് ശരിയല്ല എന്ന്, എന്നിട്ട് നമ്മൾ പറയുകയാണ് അത് ശരിയാണ് എന്ന്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പുതിയ കാറാണ്, അതായത് പുതിയ കാറല്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് പുതിയ കാറാണെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത്തരത്തിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്രോഡാണ്. മറ്റൊന്ന്, ദി ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്ട് ബൈ വൺ ഹാവിങ് നോളജ് ഓർ ബിലീഫ് ഓഫ് ദി ഫാക്ട്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം അറിയില്ല എന്ന് കളവ് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ഞാൻ വാങ്ങാൻ പോകുന്ന കാറ് ഏത് മോഡലാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഏത് മോഡലാണെന്ന് അറിയാം എങ്കിൽ ഞാൻ പറയുകയാണ് എനിക്കറിയില്ല ഏത് മോഡലാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു സത്യം മറച്ചു വെക്കുന്നതിനെയും നമുക്ക് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാം. ഓക്കെ, സോ കൺസീൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന്, എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ടു പെർഫോമിങ് ഇറ്റ്. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യണം എന്നുള്ള ലക്ഷ്യമൊന്നുമില്ലാതെ അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശമില്ലാതെ നമ്മളൊരു പ്രോമിസ് കൊടുക്കുകയാണ്, വെറുതെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ കാർ താങ്കൾക്ക് വിൽക്കാം എന്നൊരു പ്രോമിസ് കൊടുക്കുകയാണ്, പക്ഷെ അത് വിൽക്കണം അല്ലെങ്കിൽ വിൽക്കും എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വെറുതെ ഒരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അതും ഒരു ഫ്രോഡാണ്. ഓക്കെ, മറ്റൊന്ന്, എനി അതർ ആക്ട് ഫിറ്റ് ടു ഡിസീവ്.
ഓക്കെ. സോ മറ്റൊരാളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റിയും ഫ്രോഡ് എന്നുള്ള ഡെഫിനേഷൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ദെൻ എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദി ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലൻറ്റ്. ഓക്കെ. സോ ചില കാര്യങ്ങൾ ഫ്രോഡുലൻ്റ് ആണെന്ന് നിയമം പ്രത്യേകമായിട്ട് അനുശാസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസും ഈ ഒരു ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി ലീഗൽ ഡെഫിനിഷൻ ഓഫ് ഫ്രോഡ്. Then elements of fraud. Okay, there are some elements in a fraud. First one, the fraudulent act must have committed by a party to contract. Okay, so fraudulent activity ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിൽ പാർട്ടി ആയിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ. ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും ആക്ട് ചെയ്താൽ അത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീൻ്റെ അണ്ടറിൽ വരുന്നില്ല. ഓക്കെ. ദി ആക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു കോൺട്രാക്ട് ആൻഡ് നോട്ട് ബൈ സ്ട്രേഞ്ചർ. ഓക്കെ. നമുക്കറിയാം ഇപ്പോൾ കൊയേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ചർ വഴി നമുക്ക് ചെയ്യാം. എന്നാൽ ഫ്രോഡിൻ്റെ കേസ് അങ്ങനെയല്ല. ഫ്രോഡ് കോൺട്രാക്റ്റിൽ പാർട്ടി ആയിട്ടുള്ള ഒരാൾ ചെയ്താലേ അത് ഫ്രോഡായിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ. ഓക്കെ. മറ്റൊന്ന്, ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേഷൻ ഓർ സജഷൻ ഓർ അസേർഷൻ ഓഫ് എ ഫാക്ട് വിച്ച് മസ്റ്റ് ബി അൺട്രൂ. ഓക്കെ. സോ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്റ്റ് നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. മറ്റൊന്ന്, ദർ മസ്റ്റ് ബി ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് എ ഫാക്റ്റ്. ഓക്കെ. നമ്മൾ ശരിയായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യം അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു ഇൻഫർമേഷൻ നമ്മൾ മറച്ചു വയ്ക്കുകയാണ്, അതും ഫ്രോഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മറ്റൊന്ന്, പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. ഓക്കെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എലമെൻറ്റ്സ് ആയി പറയുന്നത്. അതായത് നമ്മൾ ചെയ്യണ്ട അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശമില്ലാതെ നമ്മൾ ഒരു പ്രോമിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഫ്രോഡിൻ്റെ എലമെൻ്റ് ആയിട്ടാണ് വരുന്നത്. Then an act or representation etc. must be done or made with an intention to deceive the other party. ഓക്കെ. മറ്റേ പാർട്ടിയെ ചതിക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ആയിരിക്കണം ഈ ഒരു കളവ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സത്യം മറച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ. എങ്കിലേ അത് ഫ്രോഡായിട്ട് നമ്മൾ കണക്കാക്കാൻ സാധിക്കുള്ളൂ. Then if an act or omission has specially been declared by law to be fraudulent, it amounts to fraud. ഓക്കെ. സോ നിയമപ്രകാരം ഇത് ഫ്രോഡാണ്, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഫ്രോഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്. ദർ ആർ സം മോർ എലമെൻറ്റ്സ്. ദി റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റഡ് ടു എ ഫാക്റ്റ്. ഓക്കെ. എന്തെങ്കിലും ഒരു ഫാക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ ഫ്രോഡാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. നമ്മൾ ജനറലി എന്തെങ്കിലും കാര്യം പറയുകയാണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് കേട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കണക്കാക്കില്ല. കൃത്യമായിട്ട് അത് അങ്ങനെയാണ് എന്ന് നമ്മൾ നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കാറിൻ്റെ വില 10,000 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നമ്മൾ പറയുകയാണ്. തോന്നുന്നത് എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രോഡായിട്ട് കണക്കാക്കില്ല. മറിച്ച് 10,000 രൂപയാണ് എന്ന് നമ്മൾ ഫാക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് കണക്കാക്കുള്ളൂ. ഓക്കെ. A mere expression of opinion, imagination, guesswork, or intention, or some puffing expression or statement does not constitute fraud. Okay. Then the other party must have been deceived. ഓക്കെ. നമ്മൾ ഒരു കളവ് പറഞ്ഞു കൊണ്ടത് മാത്രം അത് ഫ്രോഡായി മാറുന്നില്ല. നമ്മളെ കളവ് മറ്റേ പാർട്ടി വിശ്വസിച്ച് അയാൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴാണ് അത് ഫ്രോഡായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ. ദെൻ the party acting on the representation must have suffered some loss. ഓക്കെ. സോ നമ്മൾ ആരെയാണോ തെറ്റിദ്ധരിപ്പിച്ചത് അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ആവാം, അത്തരത്തിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് അവിടെ ഫ്രോഡ് എന്ന് നമ്മൾ പറയുള്ളൂ. ഓക്കെ. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് സൈലൻസ് ആസ് ഫ്രോഡ്. ഓക്കെ. നമ്മൾ സൈലൻസ് പാലിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോഡാണോ അല്ലെങ്കിൽ അത് ഫ്രോഡിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുന്നുണ്ടോ? According to explanation to section 17, mere silence as to fact likely to affect the willingness of person to enter into a contract is not fraud. ഓക്കെ. സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ അവിടെ സൈലൻസ് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രോഡായിട്ട് കണക്കാക്കില്ല. ഓക്കെ. നമ്മൾ പറഞ്ഞു കൺസീൽമെൻറ്റ് ഫ്രോഡാണ്. അതായത് അവർ നമ്മളോട് ചോദിക്കുകയാണ് ഈ കാര്യം അറിയുമെന്ന്, അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. മറിച്ച് അവർ നമ്മളൊന്നും ചോദിക്കുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഈ കാര്യം അറിയാം, പക്ഷെ നമ്മളത് അവർ പറയുന്നില്ല, നമ്മളത് സൈലൻസ് പാലിക്കുകയാണ്. അപ്പോൾ അത് ഒരു ഫ്രോഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. mere silence as to fact likely to affect the willingness of person to enter into a contract is not fraud. ഓക്കെ. അതാണ് ജനറൽ റൂള്.
പക്ഷേ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ചില കേസിൽ നമ്മൾ സൈലൻസ് പാലിച്ചാൽ അതും ഫ്രോഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത് ഏതെല്ലാമാണ് കേസ് നോക്കാം. ഫസ്റ്റ് വൺ ഡ്യൂട്ടി ടു സ്പീക്ക്. ഓക്കെ, ചില സമയത്ത് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് സംസാരിച്ചിരിക്കണം. Mere silence amounts to fraud when the person keeping silent is under a duty to speak. The duty to speak arises where one party reposes true and confidence in the other. The duty to speak arises in the following type of contract. First one, contract of utmost good faith. ഓക്കെ, സോ നമ്മൾ വളരെ പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്തുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ മാരേജ് എഗ്രിമെൻറ്റ്, അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളിലൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ സൈലൻറ്റ് പാലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് കോൺട്രാക്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ അതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് തമ്മിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സൈലൻസ് പാലിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഫ്രോഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അണ്ടർ ദി പാർട്ട്ണർഷിപ്പ് ആക്ട് പാർട്ട്നേഴ്സ് ആർ റിക്വയർഡ് ടു ഒബ്സർവ് അബ്സല്യൂട്ട് ഗുഡ് ഫെയ്ത്ത് ആൻഡ് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. ഓക്കെ, പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് അത്തരം കോൺട്രാക്റ്റുകളുടെയൊക്കെ അടിത്തറയാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കണം. മറ്റൊന്ന് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, ദി ക്രെഡിറ്റർ മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട് അബൌട്ട് ദി ഡെപ്റ്റർ ടു ഷുവർട്ടി. ഓക്കെ, സോ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു ക്രെഡിറ്റർ എല്ലാ ഡെപ്റ്ററിനെ കുറിച്ചുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ടേഴ്സും ഷുവർട്ടിയോട് പറഞ്ഞിരിക്കണം. ഓക്കെ, അവിടെ നമ്മൾ സൈലൻസ് പാലിക്കാൻ പാടില്ല. അവിടെ സൈലൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡായിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ വേർ ദി പാർട്ടീസ് സ്റ്റാൻഡ് ഇൻ ഫിഡ്യൂഷ്യറി റിലേഷൻ ടു ഈച്ച് അതർ. എന്തിനുള്ള ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ഇപ്പോൾ പാരൻ്റ് ആൻഡ് സൺ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ് റിലേഷൻ, അത്തരത്തിലുള്ള ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ സൈലൻറ്റ് പാലിച്ചാൽ അത് ഫ്രോഡായിട്ടാണ് കണക്കാക്കുക. ഓക്കെ, നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അത്തരം കേസസിലൊക്കെ. ദെൻ കോൺട്രാക്റ്റ് ടു മാരി. ഓക്കെ, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റ്, അതായത് വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കണം. ഒരു കാര്യവും നമ്മൾ സൈലൻ്റാക്കി വെക്കാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ വെർ സൈലൻസ് ഈസ് ഈക്വലൻ്റ് ടു സ്പീക്ക്. ഓക്കെ, വേറൊരു കേസുണ്ട്, സൈലൻസ് അല്ലെങ്കിൽ മൗനം സമ്മതം അല്ലെങ്കിൽ സൈലൻസ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് സ്പീക്കിന് സമാനമായി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം, സൈലൻസ് പാലിക്കാൻ പാടില്ല. ഓക്കെ, സംടൈംസ് സൈലൻസ് ഈസ് ഈക്വലൻ്റ് ടു സ്പീച്ച്. ഇൻ സച്ച് കേസസ് ദി സൈലൻസ് ഓഫ് പേഴ്സൺ അമൗണ്ട്സ് ടു ഫ്രോഡ്. ഓക്കെ, ഉദാഹരണമായിട്ട് ഒരു വ്യക്തി പറയാണ് താങ്കളുടെ വാഹനം വിൽക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആളൊന്നും പറഞ്ഞില്ല, ആൾ വിൽക്കാൻ തയ്യാറല്ല, എന്നാലും ആളൊന്നും മുണ്ടിയില്ല. ഓക്കെ, പത്രത്തിലൊരു സൈലൻറ്റ് പാലിച്ചപ്പോൾ അത് അവിടെ ഇൻറ്റൻഷൻ വേറെ ആയിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അവിടെ അയാൾ ഉദ്ദേശിച്ച കാര്യം വേറെ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ സൈലൻസ് പാലിച്ചു കഴിഞ്ഞാൽ അത് സ്പീച്ചിന് തുല്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സൈലൻസ് പാലിച്ചു കഴിഞ്ഞാൽ അത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി എക്സെപ്ഷണൽ കേസസ്. ദെൻ ലീഗൽ എഫക്റ്റ് ഓഫ് ഫ്രോഡ്. ഓക്കെ, ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ലീഗൽ എഫക്റ്റ്? Section 19 provides that if consent to a contract is induced by fraud, such a contract is voidable at the option of aggrieved party. ഓക്കെ, നമ്മൾ മറ്റേ കേസസൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് എഗ്രീവ്ഡ് പാർട്ടി. ഓക്കെ, ആരാണോ ഇവിടെ ചതിക്ക് വിധേയനായിട്ടുള്ളത് അല്ലെങ്കിൽ ഫ്രോഡിന് വിധേയനായിട്ടുള്ളത് അയാളുടെ ഓപ്ഷൻ അനുസരിച്ച് ഇത് വോയിഡബിൾ ആണ്. ഓക്കെ, ദി അഗ്രീവ്ഡ് പാർട്ടി യൂഷ്വലി ഹാവ് ദി ഫോളോവിങ് ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ, ദി ഇൻജേർഡ് പാർട്ടി ക്യാൻ ക്യാൻസൽ ദി കോൺട്രാക്റ്റ്. ഓക്കെ, ഒന്നെങ്കിൽ ആൾക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ദി അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ സ്യൂ ഫോർ ഡാമേജ്. എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് ഹി ക്യാൻ അക്സെപ്റ്റ് ദി കോൺട്രാക്റ്റ്. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ആൾക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റ് തുടരുകയും ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദി ലീഗൽ റൂൾസ് ഓഫ് ഫ്രോഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫ്രോഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.